കൊല്ലം കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള അമൃത് കുളത്തിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. ഫിഷറീസ് വകുപ്പ് വളർത്താനിട്ടിരുന്ന ആയിരക്കണക്കിന് മീനുകളാണ് ചത്തത്. കുളത്തിൽ വിഷം കലക്കിയതാണോ എന്നാണ് നാട്ടുകാരുടെ സംശയം. ശാസ്ത്രീയ പരിശോധനയ്ക്കു ശേഷമേ സ്ഥിരീകരിക്കാനാകൂ എന്ന് ഫിഷറീസ് അധികൃതർ വ്യക്തമാക്കി. കൊല്ലത്ത് നിന്ന് ഷിജോ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അങ്ങേയറ്റം ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് കൊല്ലം കോർപ്പറേഷന് കീഴിലുള്ള അമൃത് കുളത്തിൽ ഫിഷറീസ് വകുപ്പ് വളർത്താനിട്ടിരുന്ന മീനുകളെല്ലാം കൂട്ടത്തോടെ ചത്തുപൊങ്ങി. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ചില മീനുകളൊക്കെ ചത്തുപൊങ്ങിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നാട്ടുകാർ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി മീനുകൾ പൂർണ്ണമായിട്ട് ചത്തുപൊങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ അമൃത് കുളത്തിൽ വളർത്താനിട്ടിരുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ മീനുകളും ഇങ്ങനെ ചത്തുപൊങ്ങി കിടക്കുകയാണ്. ഇതിനകത്ത് ഏതാണ്ട് അത്യാവശ്യം നല്ല തൂക്കമുള്ള വലിപ്പമുള്ള മീനുകളുണ്ട്, തീരെ ചെറിയ പൊടി മീനുകളുണ്ട്. അങ്ങനെ ഫിഷറീസ് വകുപ്പ് വളർത്താനിട്ട മീനുകളാണ് ഇങ്ങനെ ഈ ചത്തുപൊങ്ങി ഈ കുളത്തിൽ മൊത്തത്തിൽ ഇങ്ങനെ കിടക്കുന്നത്. ഇതെന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഫിഷറീസ് വകുപ്പിന്റെ ഭാഗത്തു നിന്നോ ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. ആരെങ്കിലും കുളത്തിൽ വിഷം കലക്കി മീനുകളെ കൊന്നതാണോ എന്നുള്ള സംശയമടക്കം കോർപ്പറേഷനും ഫിഷറീസ് വകുപ്പിനുമുണ്ട്. അങ്ങനെ അത്തരത്തിൽ ആരെങ്കിലും ചെയ്തതാണോ അല്ലെങ്കിൽ മീൻ പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ ആരെങ്കിലും ഈ വിഷം കലർത്തിയതാണോ എന്നടക്കമുള്ള സംശയങ്ങളൊക്കെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുണ്ട്. അതിന്റെ സാധ്യതകളടക്കം പോലീസും കോർപ്പറേഷനും അടക്കം പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഫിഷറീസ് വകുപ്പ് പറയുന്നത് ഒരുപക്ഷേ ഈ മഴയൊക്കെ പെയ്തതുകൊണ്ട് വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞതാകാം ഒരുപക്ഷേ മീനുകൾ ചത്തുപോകാൻ കാരണം എന്നുള്ള സംശയങ്ങൾ കൂടി ഒരു ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.